ഈ പയ്യന്നൂരെ സഹകരണ സ്ഥാപനം ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഭൂമി വിലക്ക് വാങ്ങിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഉന്നയിച്ച ആക്ഷേപം എന്താ? അത് 2011 ആധാരപ്രകാരം 15.5 ലക്ഷം രൂപക്ക് രജിസ്റ്റർ ചെയ്ത ഭൂമി, 2011 ആധാരപ്രകാരം 15.5 ലക്ഷം രൂപക്ക് രജിസ്റ്റർ ചെയ്ത ഭൂമി എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ആധാരത്തിൽ എത്രയാണ് വിലയെങ്കിലും യഥാർത്ഥ വില കൊടുത്ത് 17 ലക്ഷമാണ്. പരിശോധനയിൽ അത് 17 ലക്ഷത്തിനായിരുന്നു ആ ഭൂമി വിൽപ്പന നടത്തിയത് എന്ന് ബോധ്യമായിട്ടുണ്ട്. ആ ഭൂമി 2011 രജിസ്റ്റർ ചെയ്ത ഭൂമി 2017 6 വർഷങ്ങൾക്ക് ശേഷം 18.75 ലക്ഷം രൂപ നൽകി വാങ്ങി എന്നതാണ് ആക്ഷേപം. 2011 സാമാന്യമായി ചിന്തിച്ചാൽ മതി. 17 ലക്ഷം രൂപക്ക് വാങ്ങിയ ഭൂമി 6 വർഷം കഴിയുമ്പോൾ 18.75, യഥാർത്ഥത്തിൽ 18.75 ഇല്ല, 18 ലക്ഷമാണ്. 18 ലക്ഷം രൂപക്ക് വാങ്ങുന്നത് സ്വാഭാവികമല്ലേ? അതിലെന്താ അഴിമതി? ഇത് പറഞ്ഞുകൊണ്ട് ഒരു ഇടനിലക്കാരനെ അവതരിപ്പിക്കുകയാണ്. എന്നിട്ട് ആ ഇടനിലക്കാരനുമായിട്ട് ഗൾഫിൽ വെച്ച് മീറ്റ് ചെയ്യുന്നതിൻ്റെ ഫോട്ടോ അന്വേഷണ കമ്മീഷൻ മുമ്പാകെ നൽകുകയാണ്. ആ ഫോട്ടോ പരിശോധിച്ച് നോക്കി. ഗൾഫിൽ പോകുന്നതിനും വരുന്നതിനും രേഖയുണ്ടാവുമല്ലോ, പാസ്പോർട്ടിൽ രേഖയുണ്ടാവുമല്ലോ. പാസ്പോർട്ട് പരിശോധിച്ചു. അപ്പോഴാണ് കാണുന്നത് ആ യാത്രയുടെ ഫോട്ടോ എന്ന് പറയുന്നത് 2016 അപ്പോൾ 2017 ഒരു ഭൂമി വാങ്ങുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കി 2016 പോയിട്ട് ഗൂഢാലോചന നടത്തുകയാണ്. ആ സമയത്ത് ബാങ്ക് ഇങ്ങനെ ഒരു സ്ഥലം വാങ്ങുന്നതിനെക്കുറിച്ച് ചർച്ച പോലും ചെയ്തിരുന്നില്ല. ഈ സഹകരണ സ്ഥാപനത്തിൻ്റെ ഏതോ വിധത്തിലുള്ള ഭാരവാഹിയോ സബ് കമ്മിറ്റിയുടെ ചുമതലക്കാരനോ ടി.എ. മസൂദനായിരുന്നില്ല. അപ്പോൾ തെറ്റായ ആക്ഷേപം പാർട്ടി കമ്മിറ്റിക്കകത്ത് ഉന്നയിക്കുക, എന്നിട്ടത് വാർത്തയായി വരിക, എന്നിട്ട് ഒരാളെ ലക്ഷ്യം വെച്ചുകൊണ്ട് തുടർച്ചയായി ആക്ഷേപങ്ങൾ ഉന്നയിക്കുക. എന്താ ഇതിൻ്റെ ഉദ്ദേശം? അപ്പോൾ അന്ന് ഈ സഹകരണ സ്ഥാപനം ഭാവി വികസനം കണ്ടുകൊണ്ട് വികസന സാധ്യതയുള്ള ഒരിടത്താണ് ഈ സ്ഥലം വാങ്ങിയത് എന്ന് അന്വേഷണ കമ്മീഷൻ അതിൻ്റെ പരിശോധനയിൽ കണ്ടെത്തിയ യാഥാർത്ഥ്യമാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു, പാർട്ടി വ്യക്തത വരുത്തിയ കാര്യങ്ങളാണ്. ഇപ്പോൾ ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരണ ജീവനക്കാരിൽ നിന്ന് പിരിച്ച തുക കാണാനില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഇത്തരമൊരു ആക്ഷേപം ഉന്നയിച്ചപ്പോൾ 3 ഏരിയ കമ്മിറ്റി മെമ്പർമാരെ ഓഡിറ്റർമാരായിട്ട് പാർട്ടി ഏരിയ കമ്മിറ്റി നിശ്ചയിച്ചു. ആ ഏരിയ കമ്മിറ്റി ഈ ഓഡിറ്റർമാരോട് എല്ലാ രേഖകളും വെച്ചുകൊണ്ട് പരിശോധിച്ചു. ഓഡിറ്റർമാരായിട്ടുള്ള 3 പേർ, ഇൻറ്റേർണൽ ഓഡിറ്റർമാർ. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള 70,47,374 രൂപ കൃത്യമായിട്ട് വരവ് ഇനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ പുതിയ കണക്ക് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉള്ള കാര്യം, ആ റിപ്പോർട്ട് പാർട്ടി ജില്ലാ കമ്മിറ്റി പരിശോധിച്ചതാണ്. ജില്ലാ കമ്മിറ്റി നിശ്ചയിച്ചുള്ള കമ്മീഷൻ അത് സംബന്ധിച്ചുള്ള പരിശോധന നടത്തിയതാണ്. ഓഡിറ്റർമാരെ ഇവിടെ DC ഓഫീസിൽ വിളിച്ചു വരുത്തി അവരോട് ചർച്ച ചെയ്താണ്, പരിശോധിച്ച് വ്യക്തത വരുത്തിയതാണ്. അതാണ് അദ്ദേഹം പുതിയ കാര്യമായിട്ട് ഇപ്പോൾ വീണ്ടും അവതരിപ്പിക്കുന്നത്. റെസീറ്റ് കാണാതായ വിഷയം, ഇപ്പോൾ റെസീറ്റ് അച്ചടിച്ചപ്പോൾ സാധാരണ ഇടതു ജനാധിപത്യ ഇടതു എന്ന് പറയുന്ന വാക്കാണ് ഉപയോഗിക്കുക. പക്ഷേ അക്ഷരപ്പെശക് വന്നു. അക്ഷരപ്പെശക് വന്നപ്പോൾ മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി തന്നെ നിർദ്ദേശം കൊടുക്കുകയാണ്. മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി മധുവല്ല നിർദ്ദേശം കൊടുക്കുന്നത് അത് മാറ്റി പുതിയ 6 റെസീറ്റുകളാണ്, പുതിയ റെസീറ്റ് ബുക്ക് അച്ചടിച്ചോ എന്ന് പറയുകയാണ്. അങ്ങനെ അച്ചടിച്ചോ എന്ന് പറഞ്ഞപ്പോൾ അച്ചടിച്ചു. പക്ഷെ അതിലൊരു വീഴ്ച സംഭവിച്ചു. ഈ 6 റെസീറ്റ് ബുക്കുകൾ അക്ഷര പെശകുള്ളതുണ്ടല്ലോ,
അത് യഥാർത്ഥത്തിൽ നശിപ്പിക്കണമായിരുന്നു. അപ്പോൾ ഓഫീസിൽ നിന്ന് പണം ശേഖരിക്കുന്നതിന് വേണ്ടി ഒരാൾക്ക് കൊടുത്ത റെസീറ്റ് ഈ റെസീറ്റ് ബുക്കായിപ്പോയി. ഓഫീസിനകത്ത് സംഭവിച്ചതാണ്, മാറ്റി അച്ചടിച്ച റെസീറ്റാണ്. ആ റെസീറ്റ് ബുക്ക് മധു ടി.എ. മധുസൂദനൻ പണം പിരിച്ച റെസീറ്റല്ല. ടി.എ. മധുസൂദനൻ പണം പിരിച്ച റെസീറ്റല്ല. ഈ രണ്ട് റെസീറ്റ് എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, ആ രണ്ട് റെസീറ്റിൽ രണ്ട് തരം റെസീറ്റ് എന്ന് പറയുന്ന ആദ്യം ഒഴിവാക്കിയ റെസീറ്റിൽ പണം പിരിച്ചത് ടി.എ. മധുസൂദനനല്ല. ഓഫീസിൽ നിന്ന് കൊടുത്തപ്പോൾ ഒഴിവാക്കിയ റെസീറ്റ് എടുത്ത് കൊടുത്തുപോയി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പണം പിരിച്ചത് മറ്റൊരു പാർട്ടി നേതാവാണ്. ആ പിരിച്ചതിൻ്റെ കണക്ക് കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്തിട്ടുമുണ്ട്, പാർട്ടിക്ക് ലഭിച്ചിട്ടുമുണ്ട്. പക്ഷെ എന്താ, ഇത് വെച്ചുകൊണ്ട് രണ്ട് തരം റെസീറ്റ് അച്ചടിച്ചു, ഇത് പണപ്പിരിവിൽ തട്ടിപ്പ് കാണിക്കാൻ വേണ്ടിയാണ് എന്ന നിലയിലുള്ള പ്രചരണമാണ് നടത്തിയത്. പാർട്ടിക്കകത്ത് ഉന്നയിച്ച കാര്യങ്ങൾ വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കി. അപ്പോൾ ഈ കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ പാർട്ടി കണ്ടത് ഈ ഓഫീസിൽ പ്രത്യേകമായിട്ട് മണ്ഡലം കമ്മിറ്റി മെമ്പർമാർക്ക് ഈ കണക്ക് സംബന്ധിച്ചുള്ള ചുമതല നൽകിയിരുന്നില്ല. ഓഫീസ് സെക്രട്ടറി വിശ്വസിച്ച് കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം അത് വേണ്ടത്ര ഗൗരവത്തോടെയല്ല കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ ചില റെസീറ്റ് ബുക്ക് നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അത് ശരിയാണ്, നഷ്ടപ്പെട്ടുവെന്ന് ആദ്യഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു റെസീറ്റ് ബുക്ക് സഖാവ് ടി.എ. മധുസൂദനെ ഏൽപ്പിച്ച റെസീറ്റ് ബുക്കായിരുന്നു. ആ റെസീറ്റ് ബുക്ക് പിന്നീട് അദ്ദേഹം തന്നെ ആ ഘട്ടത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, തിരക്കിനിടയിൽ പുസ്തകത്തിൻ്റെ ഇടയിലോ മറ്റോ പെട്ടുപോയതാണ്, അത് ഞാൻ നോക്കി കണ്ടെത്തി തരാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ പിന്നീടുള്ള അന്വേഷണത്തിൽ അദ്ദേഹം തന്നെ ആ റെസീറ്റ് ബുക്ക് കണ്ടെത്തി പാർട്ടി ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്.